ഹായ് എവരി വൺ, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയും വരാൻ പോകുന്ന PSC പരീക്ഷകളാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളായ ബ്രഹ്മപുത്ര, ഗംഗ, സിന്ധു അതുപോലെ തന്നെ ഇവയുടെ പോഷക നദികൾ, ദേശീയ ഉദ്യാനങ്ങൾ ഇവയൊക്കെ PSCയുടെ ഇഷ്ട ചോദ്യങ്ങളാണ്. ഇവയില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് PSCയിൽ കാണാൻ സാധ്യമല്ല. ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിനിലെ 2026 ഫെബ്രുവരിയിലെ 1-ാം ലക്കത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്രഹ്മപുത്ര നദീവ്യവസ്ഥയെക്കുറിച്ചിട്ടാണ്. ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. ഇതിൻ്റെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്കിതിൽ നിന്നും എത്രത്തോളം മനസ്സിലായി എന്ന് സ്വയം വിലയിരുത്തുവാനുള്ള ക്വസ്റ്റ്യൻസ് ആണത്. അപ്പം നമുക്ക് ആദ്യം ക്ലാസ്സിലേക്ക് കടക്കാം. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം കൈലാസ പർവ്വത നിരകൾക്ക് സമീപമുള്ള ചെമായുങ്തുങ് ഹിമാനിയും അതുപോലെ തന്നെ ആങ്സി ഹിമാനിയും, അതായത് ടിബറ്റിലുള്ള മാനസ സരോവർ തടാകത്തിന് സമീപത്തും നിന്നുമാണ്. ഇതിൻ്റെ ഉത്ഭവം കണ്ടെത്തിയ ആളാണ് സ്വെൻ ഹെഡിൻ. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചൈനയിലെ ടിബറ്റ്, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളാണ്. ഇനി ഈ നദിയുടെ പ്രത്യേകതകൾ നോക്കാം. ഇന്ത്യയിലെ ഏക പുരുഷനാമമുള്ള നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദിയാണ്. ഇന്ത്യയിലെ ചുമന്ന നദി എന്നറിയപ്പെടുന്നു. ചുമന്ന മണ്ണ് കലർന്ന് ഒഴുകുന്നതിനാലാണ് ഇതിനെ ചുമന്ന നദി എന്നറിയപ്പെടുന്നത്. ഏറ്റവും ആഴം കൂടിയ ഹിമാലയൻ നദി കൂടിയാണ് ഇത്. എന്നാൽ ഈ ബ്രഹ്മപുത്ര നദി പല രാജ്യങ്ങളിലും പല പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് യെർലങ് സാങ്പോ എന്ന്. സാങ്പോ എന്ന് നമ്മൾ ചുരുക്കപ്പേരായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന്. ആസാമിൽ ലോഹിത്, ദിബാങ് എന്നീ നദികൾ ചേർന്ന ശേഷം അറിയപ്പെടുന്ന പേര് ബ്രഹ്മപുത്ര എന്ന് തന്നെയാണ്. പിന്നെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നും, ഗംഗാ നദി ബംഗ്ലാദേശിലൂടെ ഒഴുകുമ്പോൾ പദ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പദ്മയുമായിട്ട് ചേരുമ്പോൾ ബ്രഹ്മപുത്ര നദി ഈ പദ്മയുമായിട്ട് ചേരുമ്പോൾ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പദ്മ എന്നാണ്. മേഘ്ന നദിയുമായി ചേരുമ്പോൾ മേഘ്ന എന്നാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. ഇനി ഈ നദിയുടെ ഒഴുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഹിമാലയത്തിന് സമാന്തരമായി കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ടിബറ്റിലെ നംച ബർവ പർവ്വതത്തിന് സമീപം വെച്ച് ഇംഗ്ലീഷ് അക്ഷരമാലയായ U ആകൃതിയിൽ വളഞ്ഞ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി ദിഹാങ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര പ്രവേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്. പിന്നീട് ആസമിലെ സാദിയയ്ക്ക് സമീപം വെച്ച് ദിബാങ്, ലോഹിത് എന്നീ നദികൾ ഇതിനോട് ചേരുന്നു. ഇവിടെ മുതലാണ് ഇത് ബ്രഹ്മപുത്ര എന്ന് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് ആസമിലെ ദുബ്രി എന്ന സ്ഥലത്ത് വെച്ചാണ്. ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാനദിയുമായി, അതായത് ബംഗ്ലാദേശിൽ ഗംഗയ്ക്ക് അറിയുന്ന പേരാണ് പദ്മ, ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻ ഡെൽറ്റ രൂപീകരിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പ്രധാനപ്പെട്ട നദികളുടെ പോഷക നദിയെക്കുറിച്ചിട്ടുള്ള റയറായിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. അതുകൊണ്ട് തന്നെ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ കേട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെ വടക്കൻ പോഷക നദികൾ വലത് കര എന്നും തെക്കൻ പോഷക നദികൾ ഇടത് കര എന്നിങ്ങനെ തിരിക്കാം. വലത് കര പോഷക നദികൾ നമുക്ക് നോക്കാം. സുബാൻസിരി ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഇത്. അടുത്തത് കാമെങ്. അടുത്തത് മാനസ്, ഭൂട്ടാനിലൂടെ ഒഴുകി വരുന്ന നദിയാണ് മാനസ്. അടുത്ത നദിയാണ് സങ്കോഷ്. സിക്കിമിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന ടീസ്റ്റ. പിന്നെ റൈഡാക്ക്.
ഇവയാണ് ബ്രഹ്മപുത്ര നദിയുടെ വലതുഭാഗത്തൂടി പോകുന്ന പോഷക നദികൾ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് വലതുകര പോഷക നദികളും ഇടതുകര പോഷക നദികളും ഓർത്തിരിക്കാൻ പറ്റും. ഇനിയും ഇതിൽ ഇടതുകര പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ദിബാങ് ആണ്. 2 ലോഹിത്, അതായത് ചുവന്ന നദി എന്നറിയപ്പെടുന്നു. ലോഹിത് നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂവൻ ഹസാരിക സേതു ധോല സദിയ പാലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോഷക നദിയാണ് ധൻസിരി, അടുത്തത് കോപിലി. ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബാൻസിരി. പ്രധാന സ്ഥലങ്ങളും ദ്വീപുകളും നോക്കാം. ഒന്നാമത്തത് മജുലി. മജുലിയുടെ പ്രത്യേകത ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി. അസം സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ 2 ചോദ്യങ്ങളും. അപ്പം ആദ്യമായിട്ട് പഠിക്കുന്നവർ പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിക്കുക. ബ്രഹ്മപുത്ര നദിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിരമണീയമായ ഒരു ദ്വീപാണ് ഇത്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പ്രകാരം മജുലിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. ബ്രസീലിലെ മരാഹോ ദ്വീപിനെ പിന്തള്ളിയാണ് മജുലി ഈ നേട്ടം കൈവരിച്ചത്. ഇനി നമുക്ക് മജുലിയുടെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. 2016 മജുലിയെ ഇന്ത്യയിലെ ആദ്യത്തെ നദീജന്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിച്ചു. അതുവരെ ഇത് ജോർഹത്ത് ജില്ലയുടെ ഭാഗമായിരുന്നു. മിഷിൻ ഗോത്രവർഗക്കാരാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത്. മജുലിയെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഭൂമിശാസ്ത്രം നമുക്കൊന്ന് പരിശോധിക്കാം. മജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മജുലി സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഇനി ഇതിൻ്റെ രൂപീകരണം നമുക്ക് നോക്കാം. തെക്കു ബ്രഹ്മപുത്ര നദിയും വടക്കു ബ്രഹ്മപുത്രയുടെ കൈവരിയായ ഖേർകുട്ടിയ ഷൂട്ടിയും സുബാൻസിരി നദിയും ചേർന്നാണ് ഈ ദ്വീപിന് അതിർത്തി തീർക്കുന്നത്. ഇനി ഈ ദ്വീപിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് മണ്ണൊലിപ്പ്. മണ്ണൊലിപ്പ് കാരണം മജുലിയുടെ വിസ്തൃതി വർഷം തോറും കുറഞ്ഞു വരികയാണ്. അതിനാൽ ഇതിനെ ചുരുങ്ങുന്ന ദ്വീപ് എന്നും വിളിക്കാറുണ്ട്. ഇനി നമുക്ക് മജുലിയുടെ സാംസ്കാരിക പ്രാധാന്യത്തെപ്പറ്റി നോക്കാം. മജുലി അസമിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നും അറിയപ്പെടുന്നുണ്ട്. നവവൈഷ്ണവ പ്രസ്ഥാനം 15-ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീമന്ത ശങ്കരദേവൻ തുടക്കമിട്ട നവവൈഷ്ണവ സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണിത്. ശങ്കരദേവൻ സ്ഥാപിച്ച ആശ്രമങ്ങളെ അല്ലെങ്കിൽ മഠങ്ങളെയാണ് സത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. മജുലിയിൽ നിരവധി സത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് കമലബാരി സത്രം, ഔനിയാത്തി സത്രം. മുഖമൂടി നിർമ്മാണം. മജുലിയിലെ സമഗുരി സത്രം പരമ്പരാഗതമായി മുഖമൂടി നിർമ്മിക്കുന്നതിന് പ്രശസ്തമാണ്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമാണ് രാസലീല. ഇവിടുത്തെ നൃത്തം സത്രിയ. ഇതൊരു ക്ലാസിക്കൽ നൃത്തമാണ്. ഇത് സത്രിയ എന്ന് പറയുന്ന നൃത്തം ഈ ദ്വീപുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തതായി ഇന്ത്യയുടെ വനമനുഷ്യൻ ആരാണെന്ന് നമുക്ക് നോക്കാം. മജുലിയിലെ മണൽത്തിട്ടയിൽ ഒറ്റയ്ക്ക് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് വൻ കാട് സൃഷ്ടിച്ച വ്യക്തിയാണ് ജാദവ് പായങ്. ഇദ്ദേഹത്തിൻ്റെ വിശേഷണം ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഇയാൾ ഒറ്റയ്ക്ക് നിർമ്മിച്ച കാടിൻ്റെ പേരാണ് മൊളായി ഫോറസ്റ്റ്. ഇദ്ദേഹത്തിന് 2015 പത്മശ്രീ അവാർഡ് നൽകി രാജ്യം ആദരിച്ചു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഉമാനന്ദയെക്കുറിച്ചിട്ടാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ജനവാസമുള്ള നദീജന്യ ദ്വീപ് പീകോക്ക് ഐലൻഡ് എന്നും അറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര നദിയുടെ നടുവിൽ ആസാമിലെ ഗുവാഹത്തി നഗരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപാണ് ഉമാനന്ദ. അതുപോലെ തന്നെ ജനവാസമില്ലാത്ത ഒട്ടനവധി ചെറിയ തുരുത്തുകൾ പല നദികളിലുമുണ്ട്. എന്നാൽ മനുഷ്യവാസമില്ലാത്തതിനാൽ അവയെ ഈ റെക്കോർഡിൽ പരിഗണിക്കില്ല. ഈ ദ്വീപിലെ പ്രധാന ആകർഷണമാണ് ഉമാനന്ദ ക്ഷേത്രം. ഈ ക്ഷേത്രം നിർമ്മിച്ചത് 1694 അഹോം രാജാവായ ഗദ്ദാധർ സിംഹ ആണ്. ഈ ദ്വീപിനെ ഭസ്മാചലം, അതായത് ഭസ്മമായ കുന്ന് എന്നും വിളിക്കുന്നു. ഉമ എന്ന് വെച്ചാൽ പാർവതിയാണ്, ആനന്ദ എന്ന് വെച്ചാൽ സന്തോഷം എന്നീ വാക്കുകൾ ചേർന്നാണ് ഉമാനന്ദ എന്ന പേരുണ്ടായത്. ഈ ദ്വീപിന്
പീകോക്ക് ഐലൻഡ് എന്ന് പേരു നൽകിയത് ബ്രിട്ടീഷുകാരാണ്. ദൂരെ നിന്നും നോക്കുമ്പോൾ ഈ ദ്വീപിന് പീലി വിടർത്തി നിൽക്കുന്ന ഒരു മയിലിൻ്റെ ആകൃതിയാണുള്ളത്. ഉമാനന്ദ ദ്വീപ് വംശനാശ ഭീഷണി നേരിടുന്ന സുവർണ കുരങ്ങുകൾക്ക് പ്രശസ്തമായിരുന്നു. ഇവ ഇന്ത്യയിൽ അസമിലും അയൽരാജ്യമായ ഭൂട്ടാനിലും മാത്രമാണ് കാണപ്പെടുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കാസിരംഗ ദേശീയോദ്യാനത്തെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേരുകേട്ട കാസിരംഗ ബ്രഹ്മപുത്രയുടെ തീരത്താണ്. അസം സംസ്ഥാനത്താണ് ലോകപ്രശസ്തമായ ഈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ ദേശീയോദ്യാനത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അസമിലെ ഗോലാഘട്ട്, നഗോൺ ജില്ലകളിലാണ്. ഇതുവഴി ഒഴുകുന്ന പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര. പാർക്കിൻ്റെ വടക്ക് ഭാഗത്തുകൂടി ബ്രഹ്മപുത്ര ഒഴുകുന്നു. തെക്കു ഭാഗത്തുകൂടി മോറ ഡിഫ്ലു നദിയും ഒഴുകുന്നു. ഏറ്റവും പ്രശസ്തം എന്ന് പറയുന്നത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്കാണ്. ലോകത്തിലെ ആകെയുള്ള ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളിൽ 2/3 ഭാഗവും ഇവിടെയാണുള്ളത്. കാസിരംഗയുടെ ചരിത്രപരമായ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. 1905 കാസിരംഗയെ ഒരു റിസർവ് ഫോറസ്റ്റ് ആയി പ്രഖ്യാപിച്ചു. ഇതിന് മുൻകൈയെടുത്തത് കേഡ്സൺ പ്രഭുവിൻ്റെ ഭാര്യയായ മേരി കേഡ്സൺ ആണ്. 1974 ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. 1985 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. 2006 കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചു. കാസിരംഗയിലെ 5 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാസിരംഗയിൽ പ്രധാനമായും കാണപ്പെടുന്ന 5 വലിയ മൃഗങ്ങളെയാണ് ബിഗ് 5 എന്ന് വിളിക്കുന്നത്. ഇവ 1 ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, 2 റോയൽ ബംഗാൾ കടുവകൾ, 3 ഏഷ്യൻ ആന, 4 കാട്ടുപോത്ത്, 5 ചതുപ്പുമാന്. ബ്രഹ്മപുത്രയും കാസിരംഗയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. ബ്രഹ്മപുത്ര നദിയിലെ വെള്ളപ്പൊക്കം കാസിരംഗയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വളരെ പ്രധാനമാണ്. ഇത് പുതിയ മണ്ണ് നിക്ഷേപിക്കുവാനും സസ്യങ്ങൾ വളരുവാനും സഹായിക്കുന്നു. വെള്ളപ്പൊക്ക സമയത്ത് മൃഗങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നത് പാർക്കിന് തെക്കുള്ള കർബി ആംലോങ് മലനിരകളിലേക്കാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടുവ സാന്ദ്രതയുള്ള സംരക്ഷിത പ്രദേശങ്ങളിലൊന്നാണ് കാസിരംഗ. ഈ ദേശീയോദ്യാനത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന പ്രധാന പാതയാണ് NH-37. ബോർഡ് ലൈഫ് ഇൻ്റർനാഷണൽ ഇതിനെ ഒരു പ്രധാന പക്ഷിവാസ കേന്ദ്രം ആയി അംഗീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഗുവാഹത്തി, ദിബ്രുഗഡ്, തേസ്പൂർ. പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ച് പഠിക്കാം. ഹാജോ അസം സംസ്ഥാനത്ത് ഗുവാഹത്തിയിൽ നിന്നും ഏകദേശം 24 കിലോമീറ്റർ അകലെ ബ്രഹ്മപുത്ര നദീതടത്തിലാണ് ഈ പുരാതന തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു, മുസ്ലിം, ബുദ്ധമത വിശ്വാസികൾക്ക് ഒരേപോലെ പ്രാധാന്യമുള്ള അപൂർവ സ്ഥലമാണിത്. ഹിന്ദുമതം പുരാതനമായ ക്ഷേത്രങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇസ്ലാം മതത്തിൽ പ്രശസ്തമായ പോവ മെക്ക ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധമതത്തിൽ ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ച സ്ഥലമായി ചില വിശ്വാസപ്രകാരം ഇതിനെ കണക്കാക്കുന്നു. ഇതിൻ്റെ സ്ഥാനം ആസാമിലെ ഗുവാഹത്തിക്ക് സമീപമാണ്. ബ്രഹ്മപുത്ര നദീതടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. വ്യാവസായികമായി പറയുകയാണെങ്കിൽ ഹാജോ പരമ്പരാഗതമായ ഓട്ടുപാത്ര നിർമ്മാണത്തിന് പ്രശസ്തമാണ്. ഇനി പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളും പാലങ്ങളും പഠിക്കാം. സാദിയ മുതൽ ദുബ്രി വരെ 891 കിലോമീറ്റർ നീളത്തിലാണ് ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത്. NW2 സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് പാലം ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയാണ്. ഈ പാലത്തിൻ്റെ പേരാണ് ബോഗിബീൽ പാലം. നരനാരായണൻ സേതു, അതായത് ജോഗി കോപ്പയെയും പഞ്ചരത്നയെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. അടുത്തത് സാങ്മു അണക്കെട്ടാണ്. ബ്രഹ്മപുത്രയിൽ, അതായത് ടിബറ്റിൽ ചൈന നിർമ്മിച്ച വിവാദപരമായ അണക്കെട്ടാണിത്. ലോവർ സുബാൻസിരി ജലവൈദ്യുത പദ്ധതി, അരുണാചൽ പ്രദേശിലെ രംഗനദി പ്രോജക്റ്റ്, അതുപോലെ തന്നെ ആസാമിലെ കോപിലി ഹൈഡൽ പ്രോജക്റ്റ് എന്നിവ ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ മറ്റു വിശേഷണങ്ങൾ നോക്കാം. ആസാമിലെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഈ നദിയാണ്.
അങ്ങനെ അറിയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലാ വർഷവും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം തന്നെയാണ്. അടുത്തത് കീർത്തിനാശിനി. ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നൊഴുകുന്ന മേഘ്ന നദിയുടെ അവസാന ഭാഗം തീരങ്ങളെ വ്യാപകമായി നശിപ്പിക്കുന്നതിനാൽ ഈ പേരിൽ അറിയപ്പെടുന്നു. അടുത്തത് മിക്ക PSC പരീക്ഷകളിലും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സുന്ദർബൻ ഡെൽറ്റ. ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിനിടത്ത് രൂപം കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. അടുത്തത് നോക്കാം, നംച ബർവ. ടിബറ്റിലെ ഈ പർവ്വതത്തിന് ചുറ്റും ആകൃതിയിൽ വളഞ്ഞാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക്, അതായത് അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്നത്. അടുത്തത് സങ്കോഷ് നദി. അസമിനും പശ്ചിമ ബംഗാളിനും ഇടയിലുള്ള അതിർത്തി നിശ്ചയിക്കുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ഇത്. അടുത്ത നദി ബരാക് നദി. മണിപ്പൂരിൽ നിന്നും ഉത്ഭവിച്ച് ബംഗ്ലാദേശിൽ വെച്ച് മേഘ്ന നദിയിൽ ചേരുന്ന പ്രധാന നദി സുർമ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഹിമാലയത്തിന് സമാന്തരമായി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അതുപോലെ റെഡ് റിവർ എന്നും അറിയപ്പെടുന്നുണ്ട്. ആസാമിലെ മണ്ണൊലിപ്പ് കാരണം വെള്ളത്തിന് ചുമന്ന നിറം ലഭിക്കുന്നതിനാലാണ് ബ്രഹ്മപുത്രയെ ചുമന്ന നദി എന്ന് വിളിക്കുന്നത്. ഹിമാലയൻ പർവ്വതനിരകൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. മൺസൂൺ കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കവും കരയിടിച്ചിലും സൃഷ്ടിക്കുന്നതിനാൽ അസമിലെ ദുഃഖമെന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് ടേൺ എടുത്ത് ഒഴുകാൻ കാരണം സിൻടാക്സൽ ബെൻഡിങ് ഓഫ് ഹിമാലയാസ് ആണ്. ടീസ്റ്റ നദി ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. സിക്കിമിലൂടെ ഒഴുകുന്ന രംഗീത് നദി ടീസ്റ്റയുടെ പോഷക നദിയാണ്. ദിഹാങ്, ദിബാങ്, ലോഹിത് എന്നിവയെല്ലാം ബ്രഹ്മപുത്ര നദീതട വ്യവസ്ഥയുടെ ഭാഗമാണ്. ഇനി നമുക്ക് ഈ നദിയുടെ സമകാലിക പ്രാധാന്യം എന്താണെന്ന് നോക്കാം. മെഡോങ് അണക്കെട്ട്. ടിബറ്റിലെ ഗ്രേറ്റ് ബെൻഡ് പ്രദേശത്ത് ചൈന നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മെഗാ അണക്കെട്ടാണിത്. ഇത് ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കുമുള്ള ജലലഭ്യതയെ ബാധിക്കുമെന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ആശങ്കയുണ്ട്. ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കവും മജുലി ദ്വീപിൻ്റെ ശോഷണവും നിരന്തരമായി വാർത്തകളിൽ നിറയുന്ന വിഷയങ്ങളാണ്. ഇനി നമുക്ക് മാതൃകാ ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയാനാണ് മാതൃകാ ചോദ്യങ്ങൾ തന്നിരിക്കുന്നത്. അന്നേരം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഉത്തരം മനസ്സിൽ ഓർക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ഏത് പർവ്വതത്തിന് സമീപത്ത് വെച്ചാണ്? ഓപ്ഷൻ എ കാഞ്ചൻജംഗ, ഓപ്ഷൻ ബി നംഗ പർവ്വതം, ഓപ്ഷൻ സി നംച ബറുവ, ഓപ്ഷൻ ഡി K2. അപ്പോൾ ഏതായിരുന്നു ഉത്തരം? നംച ബറുവ. ചോദ്യം 2. താഴെ പറയുന്നവയിൽ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഓപ്ഷൻ എ മാനസ്, ഓപ്ഷൻ ബി ലോഹിത്, ഓപ്ഷൻ സി സുബാൻസിരി, ഓപ്ഷൻ ഡി ടീസ്റ്റ. ഉത്തരം സുബാൻസിരി. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ വനമനുഷ്യൻ എന്നറിയപ്പെടുന്ന ജാദവ് പായക് ഏത് ദ്വീപിലാണ് വനം വെച്ചുപിടിപ്പിച്ചത്? ഓപ്ഷൻ എ ഉമാനന്ദ, ഓപ്ഷൻ ബി മജുലി, ഓപ്ഷൻ സി സാഗർ ഐലൻഡ്, ഓപ്ഷൻ ഡി മൊൺട്രോ തുരുത്ത്. ശരി ഉത്തരം മജുലി. നാലാമത്തെ ക്വസ്റ്റ്യൻ. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ഏത്? ഓപ്ഷൻ എ പദ്മ, ഓപ്ഷൻ ബി മേഘ്ന, ഓപ്ഷൻ സി ജമുന, ഓപ്ഷൻ ഡി സാങ്പോ. ശരി ഉത്തരം ജമുന. അഞ്ചാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും ചെറിയ ജനവാസമുള്ള നദീജന്യ ദ്വീപ് ഏത്? ഓപ്ഷൻ എ മജുലി, ഓപ്ഷൻ ബി ഉമാനന്ദ, ഓപ്ഷൻ സി കവരത്തി, ഓപ്ഷൻ ഡി സെൻറ് മേരീസ് ഐലൻഡ്. ശരി ഉത്തരം ഉമാനന്ദ. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. ബ്രഹ്മപുത്ര ഒരു പൂർവ്വകാല നദിയാണ്. 2. ഇത് ഇന്ത്യയിൽ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു.
3. സിക്കിമിലെ ജീവനാഡി എന്നറിയപ്പെടുന്ന ടീസ്റ്റ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം, ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 3. ബ്രഹ്മപുത്ര നദി പ്രധാനമായും അരുണാചൽ പ്രദേശ്, അസം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. മേഘാലയ അതിൻ്റെ പോഷക നദിയുടെ വൃഷ്ടിപ്രദേശം മാത്രമാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. മജുലി ദ്വീപിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? 1. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയാണ്. 2. ഇത് കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3. നവവൈഷ്ണവ സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണിത്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1, 3, ഓപ്ഷൻ സി 2, 3, ഓപ്ഷൻ ഡി ഇവയല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 മാത്രമാണ്. മജുലി ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. 1. പ്രദേശം കൊടുത്തിരിക്കുന്നത് ടിബറ്റാണ്. ടിബറ്റിൻ്റെ പേര് ഏതാണെന്ന് ഇതിൽ നിന്ന് കണ്ടെത്തുക. അടുത്ത അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദിയുടെ പേരെങ്ങനെയാണെന്ന് കണ്ടെത്തുക. അതുപോലെ ബംഗ്ലാദേശ്. അതുപോലെ യമുനയുമായി ചേരുമ്പോഴുള്ള പേരെന്താണ്? കറക്റ്റായിട്ടുള്ള ഉത്തരം നമുക്ക് നോക്കാം. ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് യെർലിംഗ് സാങ്പോ. അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന പേര് സിയാങ് അല്ലെങ്കിൽ ദിഹാങ്. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന. ഗംഗയുമായി ചേരുമ്പോൾ പത്മ. ഇനിയുമുള്ള ക്വസ്റ്റ്യൻസിനൊന്നും ഓപ്ഷനില്ല. അപ്പോൾ നമുക്കിനി 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. PSC മുൻകാലത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇവയെല്ലാം. പുതുതായി PSC പഠിക്കുന്നവർ ഇത് പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പുരുഷനാമമുള്ള ഏക നദിയാണ് ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലപ്രവാഹമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏത് എന്നുള്ള ചോദ്യത്തിനുത്തരം സുന്ദർബൻസ് ഡെൽറ്റയാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് രൂപീകരിക്കുന്നതാണ് സുന്ദർബൻ ഡെൽറ്റ. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് നദിയിലാണ് ഭുവൻ ഹസാരിക സേതു അതായത് ധോല സദിയ പാലം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ലോഹിത് നദിയിലാണ്. ലോഹിത് നദി എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ബ്രഹ്മപുത്ര. ആസാമിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. യെർലങ് സാങ്പോ എന്ന് ടിബറ്റിൽ അറിയപ്പെടുന്ന നദി ഇന്ത്യയിൽ പ്രവേശിക്കുമ്പോൾ സ്വീകരിക്കുന്ന ആദ്യ പേര് ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്നാണ്. ബ്രഹ്മപുത്രയുടെ വലതുവശത്തു നിന്നു വന്നു ചേരുന്ന പ്രധാന പോഷക നദിയാണ് സുബാൻസിരി. മാനസ്, കാമങ് എന്നിവയാണ് മറ്റു നദികൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ബ്രഹ്മപുത്രയെക്കുറിച്ചുള്ള പാഠങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാനും മറക്കരുത്. അടുത്ത വിഷയവുമായി കണ്ടുമുട്ടും വരെ നന്ദി.